ശൈത്താനോടുള്ള ശത്രുതയൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഒക്കെ ഭംഗിയായി ഓതുന്നുണ്ട്. പക്ഷേ ശൈത്താന്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്നതിൽ ഒട്ടും പിറകിലല്ല. എന്തിനേറെ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും എത്ര പറഞ്ഞു കൊടുത്താലും ചിലർ ഇടത് കൈകൊണ്ട് തന്നെ കുടിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇന്ന ശൈത്താന യഅ്കുലു ബിശിമാലി വയശ്റബു ബിശിമാലി. നിങ്ങൾ ശൈത്താനെ പോലെ ആവരുത്, കാരണം ശൈത്താൻ ഇടത് കൈകൊണ്ട് തിന്നും, ഇടത് കൈകൊണ്ട് കുടിക്കും. പക്ഷേ നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. പിശാചിനെ നമുക്ക് ഇഷ്ടമല്ല. ഇബ്ലീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നൊക്കെ പറയും. പക്ഷേ എത്രയെത്ര പിശാചിന്റെ പ്രവർത്തനങ്ങളെയാണ്, ഇത് പിശാചിന്റെ പണിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമാക്കി തന്ന കാര്യമാണ് മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. എന്നിട്ട് ശൈത്താന്റെ കൂടെ നടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ശൈത്താനെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശൈത്താനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, മനുഷ്യരെ കുറിച്ച് തന്നെ പറയൂ, എന്തിനാണ് ശൈത്താനെ കുറിച്ച് പറയുന്നത്? ചില ആളുകൾ ചോദിക്കാം, ശൈത്താനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് എത്രമാത്രം മനുഷ്യന് അപകടമുണ്ടാക്കുന്നതാണ് എന്ന് ഖുർആനിലും ഹദീസിലും വന്നതിനെക്കുറിച്ച് അവർ അജ്ഞരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ശൈത്താനുമായി മുവാഫഖത്താവുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എത്ര ആയത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ ഫോളോ ചെയ്യരുത്. പക്ഷേ പലപ്പോഴും പിശാചിന്റെ കാൽപാദങ്ങളെയാണ് പിൻപറ്റുന്നത്. എന്നിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നും ജീവിതത്തിൽ ബർക്കത്തില്ല എന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്.